അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കുറിവാക്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം യെശയ്യാവ് 52:1. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മളോട് പറയുന്നത് ഉണരുക. പ്രൈസ് ഗോഡ്. നമ്മൾ എന്തുവാ പ്രാപിക്കാനിരിക്കുന്നത്? ശക്തി, അല്ലെങ്കിൽ ബലം, അല്ലെങ്കിൽ പവർ, അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ ഒരു പുഷ്ടി പ്രാപിപ്പാനാ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരിമാരിങ്ങനെ ഹല്ലേലൂയ ചാഞ്ഞും ചതഞ്ഞും മറഞ്ഞും ഒളിഞ്ഞും ഒന്നും ഇരിക്കേണ്ടവരല്ല. എന്നാൽ ഞാൻ പറയട്ടെ, നിന്നെ ഒളിപ്പിക്കുന്ന നാളുകളുണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. എന്നാൽ അതിന്റെ അപ്പുറത്ത് പാറമേൽ ഉയർത്തുന്ന ഒരു ദിവസവുമുണ്ട്. ഇവിടെ പറയുക, സിയോനേ ഹല്ലേലൂയ, ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. പ്രൈസ് ഗോഡ്. ധരിക്കുന്നതായി എപ്പോഴും പുറത്ത് കാണുന്നത് അല്ലേ? ഹല്ലേലൂയ. സ്നാനത്തിന്റെ കാര്യമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുക എന്തുവാ നാം ധരിക്കേണ്ടത്? നാം ബലം ധരിച്ചുകൊള്ളണം. എന്നിട്ട് പറയുക, പ്രൈസ് ഗോഡ്, നിന്റെ അലങ്കാര വസ്ത്രത്തെ നീ ധരിക്കുക. അതാ പറയുന്നത് അവിടെ. യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം നീ ധരിച്ചുകൊള്ളുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഹല്ലേലൂയ, നാം ഉണരണം. നമ്മൾ ആദ്യം ഒന്ന് ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യണം? പിന്നെ മയങ്ങിയിരിക്കാൻ പറ്റുമോ? പിന്നെ വി ഷുഡ് ബി അലേർട്ട്. അലേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എറൈസ്. നമുക്ക് പിന്നെ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നാം എന്ത് ചെയ്യും? then we should be alive. നാം ആക്റ്റീവായിട്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ കേട്ടല്ലോ ആദ്യമേ പറയുന്നത്, അനേകര് ഹല്ലേലൂയ ഈ നാളിൽ ആ ശമരിയക്കാരിയെ പോലെ, ഹല്ലേലൂയ ആ നയമാന്റെ വീട്ടിലെ ബാല്യക്കാരിയെ പോലെ അനേകരോട് സുവിശേഷം പറവാൻ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൂത് പറവാൻ കർത്താവ് നമ്മെ കണ്ടിരിക്കുമ്പോൾ, പ്രിയ സഹോദരിമാരെ, ഹല്ലേലൂയ നമ്മൾ എവേക്ക് ചെയ്യണം. ഇതെല്ലാം കൂടി ചേർന്നിരുന്ന റിവൈവൽ കേട്ടോ. പ്രൈസ് ഗോഡ്. റോബിൻ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, പ്രൈസ് ഗോഡ്, ഒരു ആത്മീയ ഉണർവിന്റെ മീറ്റിംഗ് ആയിട്ട് തീരണമേ. അതുകൊണ്ട് ഉണർന്നേ പറ്റൂ. ഹല്ലേലൂയ. അല്ലാതെ ഇവർക്ക് ആർക്കും ഉണർത്താൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആർക്കും ഉണർത്താൻ പറ്റില്ല. നാം തന്നെ ബലം ധരിക്കണം. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ എന്തുവാ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ? ചില ചുമതലകൾ, ചില അധികാരങ്ങൾ, ചില അവകാശങ്ങൾ, ചില നിയോഗങ്ങൾ നാം ഏറ്റെടുക്കുന്നതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എംപവർമെന്റ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ അലങ്കാര വസ്ത്രം നാം ധരിക്കാൻ പറഞ്ഞില്ലേ? നാം അലങ്കാര വസ്ത്രം ധരിച്ചില്ലെങ്കിൽ, നാം ബലം ധരിച്ചില്ലെങ്കിൽ മനസ്സിലാക്കണം, ഹല്ലേലൂയ, നമ്മെ ധരിപ്പിക്കാൻ ചില വസ്ത്രവുമായി പിശാച് നിൽപ്പുണ്ട്. നോക്കിയാട്ടെ, സങ്കീർത്തനം 109:29 ഇങ്ങനെ പറയുന്നു, എന്റെ എതിരാളികൾ നിന്ന ധരിക്കും, പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ ധരിക്കും. ഹല്ലേലൂയ. ശത്രുവിന്റെ വസ്ത്രം എന്താണെന്നറിയാമോ? ലജ്ജ, നിന്ന. മറന്നു പോകരുത് കേട്ടോ. നമ്മെ ലജ്ജിപ്പിക്കുവാൻ, നമ്മെ നിന്നണിയിക്കുവാൻ ശത്രു നിൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ വസ്ത്രം നമ്മുടെ മേൽ വീഴാതെ വണ്ണം നാം ബലം ധരിച്ച് എഴുന്നേറ്റ് കൊള്ളണം. നമ്മുടെ സഹോദരിമാർ അനേക ചുമതലകളുണ്ട്, അനേക കടമകൾ നമുക്ക് ചെയ്യാനുണ്ട്, അനേക കടപ്പാടുകളുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, അല്ലേ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു കൂട്ടുവിശ്വാസി എന്ന നിലയിൽ ഒക്കെ നമുക്ക് ചെയ്തു തീർക്കേണ്ട അനേക കടമകളുണ്ട്. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ പലപ്പോഴും, അല്ലേ, ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീജനം ബലാവ് കുറെ നാൾ ഇരുന്നു, കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. പ്രൈസ് ഗോഡ്. എന്നിട്ട് പണി ആരംഭിച്ച പണിയോ ഇറിപ്പയറബിൾ ആയിട്ട് കിടന്നതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചാരമായി പോയതാ. ഹല്ലേലൂയ. ഇറിവേഴ്സിബിളാ. ഹല്ലേലൂയ. ഇടിഞ്ഞും തകർന്നും കിടക്കുക. ഞാൻ പറയട്ടെ, ഇടിഞ്ഞും തകർന്നും കിടക്കുന്ന വിഷയത്തെ, ഒരു മതിൽ ഇടിഞ്ഞു കിടക്കുവാണെങ്കിൽ ദേവദാസിമാരെ കുറച്ച് കട്ടയെങ്കിലും അതിനകത്ത് ബാക്കി കിട്ടുമല്ലേ? നമുക്ക് പെറുക്കിയെടുത്തൊക്കെ ഒന്ന് പണിയാം.
എന്നാൽ ചാരമായി പോയതിന് അങ്ങനെ കിടക്കുന്ന വിഷയമാണെങ്കിലും ഉപവസിപ്പാൻ മനസ്സ് വെക്കുവാണെങ്കിൽ, ദൈവസന്നിധിയിൽ ഇരിപ്പാൻ മനസ്സ് വെക്കുവാണെങ്കിൽ, ദുഃഖിക്കാൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, മതില് പണി 52 ദിവസത്തിനകം അന്ന് തീർത്ത ദൈവമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിലെ ചില പണികളുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ചില പണികള് പ്രൈസ് ഗോഡ് സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കും. സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കും. ഒരു പണിക്ക് വേണ്ടി ഹല്ലേലൂയ, ഓ നിന്റെ മനസ്സില് ഹല്ലേലൂയ ശൂന്യത ഇട്ടുകൊണ്ട് വേദനിക്കുന്ന ദൈവദാസി, ദൈവം പണി നിന്നെ കൊണ്ട് ചെയ്യിക്കും. പ്രൈസ് ഗോഡ്. ആ മൂന്നാമതിരിക്കുന്ന ആൻജി, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, കണ്ണാടി വെച്ച വണ്ണമുള്ള ആൻജി, പ്രൈസ് ഗോഡ് ആൻജി ഹല്ലേലൂയ, പ്രിയ ദേവദാസി ഹല്ലേലൂയ. ഏത് പണിയാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഏതിനകത്താണ് ഒരു പൂർത്തീകരണം കാണുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവം അത് പൂർത്തീകരിക്കാൻ പോവാ. പ്രൈസ് ഗോഡ്. നിന്റെ ഹൃദയത്തിന്റെ താല്പര്യം, ഓ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ച് തരിക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങൾക്ക് പ്രൈസ് ഗോഡ് ഒരു ഇത് തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, എംപവർമെന്റ്. നിങ്ങൾ ആ കടലാസ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ തന്നിരിക്കുന്ന 11 കാര്യമാണ്. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാ. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ കൈ പൊക്കിയാൽ അത് തരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, 11 ആൽഫബറ്റ് ഉണ്ട് അവിടെ. ആ ഓരോ ആൽഫബറ്റും കിട്ടാത്തവരുണ്ട്. കാരണം ഞാൻ ഇന്നോ നാളെ അങ്ങ് പോവും. മിക്കവാറും ഇതിലെ കൂടെ കേട്ടിട്ട് അതിലെ കൂടെ അങ്ങ് പോവും. പ്രൈസ് ഗോഡ്. ശനിയാഴ്ച ഹല്ലേലൂയ 1 മണിക്കൂർ ശുശ്രൂഷിച്ചിട്ടും പ്രൈസ് ഗോഡ് പൂർണ്ണമായിട്ടെല്ലാം പ്രാപിച്ചില്ലെന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. ആ 1 മണിക്കൂർ നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് പ്രാപിക്കണ്ടേ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇതങ്ങും പിടിച്ചു. ഞാൻ പെട്ടെന്ന് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോകാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം എംപവേർഡ് ആകണമെങ്കിൽ ചില സംഗതികൾ വേണം. ഒന്നാമത്തേതാണ് ഇ എന്നുള്ള അക്ഷരം. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, എനർജൈസ് യുവർ ഫെയ്ത്ത്. ഇത് നിങ്ങൾ ഒരു ഗൂഗിളിൽ തപ്പിയാലും ഒരു നെറ്റ് നോക്കിയാലും കിട്ടത്തില്ല. ഇത് പരിശുദ്ധാത്മാവ് പായലിരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ചതാണ്. പ്രൈസ് ഗോഡ്. എനിക്ക് മുട്ടയിരിക്കാൻ പാടുണ്ട്, മുട്ടുവേദനയുണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. ഇത് ലൈവായിട്ട് പോകുന്നുണ്ട്, പോട്ടെ, സാരമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ അങ്ങോട്ട് തലേണ താഴെ ഇട്ടിട്ടാ ഇരിക്കുന്നത്. അപ്പം ദൈവാത്മാവ് എനിക്ക് തന്നതാ. നമ്മുടെ വിശ്വാസത്തിൽ ഹല്ലേലൂയ എനർജൈസ്ഡ് ആയെങ്കിൽ മാത്രമേ, വിശ്വാസത്തിൽ ഒരു പുഷ്ടി വന്നെങ്കിൽ മാത്രമേ, ദൈവദാസന്മാരെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ നമുക്ക് എംപവേർഡ് ആകാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറയാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് രക്തസ്രാവക്കാരി. പ്രൈസ് ഗോഡ്. അറിയാം, അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവൾ അത് വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. അവൾ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടു. അവൾക്ക് സൗഖ്യമായി. 12 വർഷത്തെ രക്തസ്രാവമാ. വൈദ്യന്മാർ അവളെ ചികിത്സിച്ചതാ. പ്രൈസ് ഗോഡ്. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചതാ. ഒട്ടും ഭേദം തനിക്ക് വന്നില്ല. അവൾ ഏറ്റവും പരവശയായി. 5 അണ്ടർലൈൻ ചെയ്യത്തക്കവണ്ണമുള്ള അഡ്ജക്റ്റീവ്സ് അവിടെ. ഏറ്റവും പരവശയായി. ശാരീരികമായിട്ടുള്ള രോഗത്തിൻ്റെ വിഷയമാണെങ്കിലും മാനസികമായി നിന്നെ അലട്ടുന്ന രോഗത്തിൻ്റെ വിഷയമാണെങ്കിലും ഞാൻ പറയട്ടെ, സൗഖ്യമില്ലാത്തവള് എന്ത് ചെയ്തു? അവൾക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസമുണ്ടായിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൾ അത് തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് പോയി വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല് തൊട്ടു. നിങ്ങളൊന്ന് ഓർത്തെ, വിശ്വാസം, സൗഖ്യം, അല്ലേ? അത് വരുന്നതിൻ്റെ ഇടയ്ക്ക് എന്തുവാ പുറപ്പെട്ടത്? ശക്തി. യേശു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഒരു എംപവർമെന്റ് പ്രാപിച്ചാണ് ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇത് പകൽക്കാലം കുഞ്ഞേ, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ പരവശിയാക്കുന്ന, നീ ചികിത്സിച്ചിട്ടും സൗഖ്യമാക്കാത്ത, എന്നും നീ നിലവിളിക്കുന്ന ആ വിഷയത്തെ ഓ
പ്രൈസ് ഗോഡ്. 11 ഓടിച്ചെങ്കിലും ഒന്ന് പറയണ്ടേ? പ്രൈസ് ഗോഡ്. അപ്പോൾ വിശ്വാസം, ശക്തി, സൗഖ്യം, സമാധാനം, സ്വസ്ഥത. വലിയ തിയറി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ആ പാരഗ്രാഫിനകത്ത് അത്രയും കാര്യമുണ്ട്. അപ്പോൾ എംപവർമെന്റ് നമ്മളിൽ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രൈസ് ഗോഡ്, നമുക്കൊരു ശക്തി വേണം. എന്നാൽ ഈ 11 കൂട്ടം കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമുക്ക് ബലമില്ലാതെ പോകുന്നു, എന്തുകൊണ്ട് നമ്മൾ എംപവേർഡ് ആകുന്നില്ല, അതൊന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. 3 വാക്യം ഞാൻ പറയാം. 1 സങ്കീർത്തനം 31:10. എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. എൻ്റെ അകൃത്യം നിമിത്തം. അപ്പോൾ എംപവേർഡ് ആകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ മനസ്സൊന്ന് ക്ലീൻ ആക്കണം. എൻ്റെ ഈ ഫസ്റ്റ് ശുശ്രൂഷ എന്തുവാന്ന് വെച്ചാൽ, ഹല്ലേലൂയ, ഞാൻ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച്, ഹല്ലേലൂയ, അവിടെ കിടക്കുന്ന വേരും കട്ടയുമൊക്കെ ഒന്ന് മാറ്റി, പ്രൈസ് ഗോഡ്, അങ്ങ് പോവും. അതിനുശേഷം നല്ലൊരു ക്ലാസ് കിട്ടും. അതിനുശേഷം ഹല്ലേലൂയ അവിടെ വെതറാനായിട്ടുള്ളതുമായിട്ട് വന്നിട്ടുണ്ട് റീജ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഹല്ലേലൂയ കർത്താവിനോടാണ്, കർത്താവ് എൻ്റെ അകൃത്യങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണമേ, ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിന് വേണ്ടി ശോഭിക്കുന്നുണ്ട്, ശരി തന്നെ. എന്നാൽ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കർത്താവേ നല്ലൊരു കൃത്യമായി ഞാൻ ചെയ്യാതെ, കൃത്യമായി ഞാൻ ആചരിക്കാതെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറയണം. 31:10 പറയുന്നു, എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. അടുത്ത വാക്യം യോബ് 17:9. അത് പറയുന്നു, കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ബലം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? വെടിപ്പുള്ള കൈ. സംഗീതക്കാരൻ പറയുന്നത് നമുക്കറിയാം അല്ലേ? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവനല്ലേ? അപ്പോൾ വെടിപ്പുള്ള കൈ, കർത്താവേ എന്നെ വെടിപ്പാക്കണമേ. തിരുരക്തത്താൽ, ക്രൂസിൽ നിന്ന് പാഞ്ഞൊഴിയ രക്തത്താൽ എന്നെ ഒന്ന് കഴിയുന്ന പകൽക്കാലം ഈ കോൺഫറൻസിനകത്ത് വചനം കേൾപ്പാൻ നീ എന്നെ ഇരുത്തണമെന്ന് പറ. അടുത്തത് എസെക്കിയേൽ 7:13. അകൃത്യത്തിൽ ജീവനം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ശക്തി പ്രാപിക്കണമെങ്കിൽ, ബലം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ഈ അകൃത്യവും ഈ ലംഘനവും എല്ലാം. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ ഇതിൽ ഇപ്പം ഞാൻ വിശ്വാസം മാത്രമേ പറഞ്ഞോളൂ, ഇനി 10 കൂടെ താഴോട്ട് കിടപ്പണം, ഞാൻ വരുക. എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പറയണം, കർത്താവേ നീ എന്നെ ഒന്ന് കഴുകണമേ, നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയോടെ നിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഈ വചനം പ്രാപിച്ച് ശക്തീകരിക്കപ്പെട്ട് എംപവേർഡായിട്ട് ഇവിടുന്ന് മടങ്ങി പോവാൻ സഹായിക്കണേ എന്ന് പറയണം. അപ്പോൾ വിശ്വാസം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആവശ്യമുള്ളൊരു ഘടകമാണ് എംപവേർഡ് ആകണമെങ്കിൽ. അപ്പം നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട് അല്പവിശ്വാസം, അവിശ്വാസം അല്ലേ? എൻ്റെ അവിശ്വാസത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കണമേ കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്ക്. എബ്രായ ലേഖനം 11 നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്താൽ സാറായും പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. പുത്രോത്പാദനത്തിനുള്ള ശക്തി എങ്ങനെയാ പ്രാപിച്ചത്? വിശ്വാസത്താൽ. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചുറച്ച ഹല്ലേലൂയ അബ്രഹാമിന്റെ പിൻതലമുറക്കാരാ നമ്മള്. അതുകൊണ്ട് വിശ്വാസം, ഒന്നാമത്തേത് വിശ്വാസം. രണ്ടാമത്തേത് ഞാൻ ഇപ്പുറത്തും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, നിന്റെ വിശ്വാസം ഊർജ്ജസ്വലമാക്കുക. അല്ലെ, ഞാൻ ആക്രോണിംസ് വരാൻ വേണ്ടിയാ ഇങ്ങനെ ആൽഫബറ്റിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തേത് മീറ്റ് യുവർ കമ്മിറ്റ്മെന്റ്സ്. അത് ഞാൻ ഇച്ചിരി നേരം നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കമ്മിറ്റ്മെന്റ്സ്. നമ്മളൊക്കെ ഭാര്യമാരാ, നമ്മളൊക്കെ അമ്മമാരാ, നമ്മളൊക്കെ ദൈവീയ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവരാ. നമ്മൾ എംപവേർഡായിട്ട് വേണം മറ്റുള്ളവരെ എംപവർ ആക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വായിച്ച അധ്യായം ഏതാ? അതിനകത്തെ ഒരു വാക്യമെങ്കിലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ടോ? ഞാനിപ്പം നിങ്ങളുടെ വീട്ടിലൊന്ന് വരട്ടെ. ബെഡ്റൂം എങ്ങനെയാ കിടക്കുന്നത്? അടുക്കള എങ്ങനെയാ കിടക്കുന്നത്? സിങ്ക് നിറഞ്ഞു കിടക്കുവാണോ? ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ജോലികൾ
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് മനുഷ്യനോടുള്ള, ദൈവത്തോടുള്ളത്, ദൈവസഭയോടുള്ളത്, ദൈവദാസന്മാരോടുള്ളത്, ലോകത്തോടുള്ളത് എല്ലാം ചെയ്യണം. എന്നാൽ ദൈവത്തോടും നമ്മുടെ കുടുംബത്തോടുമുള്ള കമ്മിറ്റ്മെന്റ്സ്, പ്രത്യേകം നമ്മുടെ തലമുറയോടുള്ള കമ്മിറ്റ്മെന്റ്സ്, ദേവദാസിമാരെ ഹല്ലേലൂയ, അല്ലാതെ എംപവേർഡ് ആയിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, മീറ്റ് യുവർ കമ്മിറ്റ്മെന്റ്സ്. അതുകൊണ്ട് എംപവറിൻ്റെ ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഉദാഹരണമായിട്ട് ഞാൻ റിസ്പയെ കുറിച്ച് അല്പകാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. റിസ്പയെ കുറിച്ച് ബൈബിളിൽ 2 സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഗോഡ് 2 ശമൂവേൽ 3-ാം അധ്യായത്തിലാണ്. എന്നാൽ 2 ശമൂവേൽ 21-ാം അധ്യായത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യട്ടെ. ഈ 3-ാം അധ്യായത്തിൽ പറയുന്നതിനകത്ത് റിസ്പയുടെ ഒരു ക്വാളിറ്റി പറയുന്നുണ്ട്. റിസ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശൗൽ രാജാവിൻ്റെ വെപ്പാട്ടിയായിരുന്നു കോങ്കുബിൻ. ശൗൽ രാജാവിൻ്റെ വെപ്പാട്ടി. അവൾ സുന്ദരിയായിരിക്കും, അല്ലെങ്കിൽ വെപ്പാട്ടിയായിട്ടൊന്നും രാജാവ് എടുക്കത്തില്ലല്ലോ. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഗ്ലോയിങ് സ്റ്റോൺ, തിളങ്ങുന്ന കല്ല്. ഹല്ലേലൂയ. ഇവള് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ശൗൽ രാജാവിന് 2 മക്കളെ പ്രസവിച്ചു. ഒന്ന് അർമോനി, ഒന്ന് മെഫിബോശത്ത്. ഈ മെഫിബോശത്ത് യോനാഥാന്റെ മകൻ മുടന്തുള്ള മെഫിബോശത്ത് അല്ല കേട്ടോ, വേറൊരു മെഫിബോശത്ത്. 2 പിള്ളേരെ പ്രസവിച്ചു. ഇവള് ഹല്ലേലൂയ 3-ാം അധ്യായത്തിൽ ഒറ്റ ഗുണമേ ഉള്ളൂ. അത് ഞാൻ പറയാം, അത് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതെന്തോന്ന് വെച്ചാൽ, റിസ്പ സ്പിരിറ്റ് ഈസ് എ സ്പിരിറ്റ് ദാറ്റ് ബ്രിങ്സ് യൂണിറ്റി. ഐക്യത കൊണ്ടുവരുന്ന ഹല്ലേലൂയ ഒരു സ്പിരിറ്റാണ് റിസ്പായിക്കുള്ളത്. അവിടെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഹല്ലേലൂയ. ഈശ്ബോശത്തുമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ട്. അതായത് ചില വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം കൊണ്ടുവരുവാൻ തക്കവണ്ണം താൻ ചില ഗോസിപ്പൊക്കെ കേൾക്കേണ്ടി വന്നാലും റിസ്പ ഏൽപ്പിച്ചു കൊടുത്ത് പ്രൈസ് ഗോഡ് ചില അനുരഞ്ജനങ്ങൾ ദേശത്ത് വരുത്തുന്നതിന് ഇടയായി. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരമ്മ എന്ന നിലയിൽ ഈ റിസ്പ ചെയ്ത ചില കമ്മിറ്റ്മെന്റ്സാണ്. ഞാൻ പറയട്ടെ, ദാവീദ് രാജാവ് ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തുടരെ ക്ഷാമം ഉണ്ടായി. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ദൈവത്തോടാണ് ചോദിച്ചത്. ദൈവത്തോട് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനല്ലേ, പിള്ളകൾ ഉദരത്തിൽ തിക്കിയപ്പോൾ ഹല്ലേലൂയ, ആരോടാ റെബേക്ക ചോദിക്കാൻ പോയത്? ഇസാക്കിനോട് ചോദിച്ചോ? ഇല്ല, ദൈവത്തോട് ചോദിക്കാൻ പോയി. എന്ന് പറയുന്നത് പോലെ ദാവീദ് രാജാവ് ദൈവത്തോട് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവം രാജാവിനോട് പറഞ്ഞത് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില ഉടമ്പടി ശൗൽ രാജാവ് ലംഘിച്ചു. അതായത് ഞാൻ പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്. നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിക്കണം കേട്ടോ. ഗിബയോന്യർ പ്രൈസ് ഗോഡ് അടുത്തുള്ള സമീപവാസികളാണെങ്കിലും ഈ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് വന്ന് യോശുവ ജയിച്ചടക്കി രാജ്യം പിടിച്ചടക്കി മുന്നോട്ട് വരിക. അപ്പോൾ യോശുവയുടെ അടുത്ത് വന്ന് നുണ പറഞ്ഞു. പൂത്തപ്പവും ഒക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൂരദേശത്തു നിന്ന് വരുന്നവരാണെന്ന്. ഇവരതൊന്നും മനസ്സിലാക്കാതെ, അടുത്തുള്ളവരാണെന്ന് ഒന്നും ഗ്രഹിക്കാതെ, ഒന്നും ഡിസേൺ ചെയ്യാതെ ഇവരുടെ ഈ ഭക്ഷണമെല്ലാം മേടിച്ചങ്ങ് ആസ്വദിച്ചു. പ്ലീസ് ഗോഡ്. പിന്നീടാണ് മനസ്സിലായത് ഇവർ സമീപസ്ഥരാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ അവരുമായിട്ട് ഹല്ലേലൂയ ഒരു ഉടമ്പടി ചെയ്തു. യോശുവയൊക്കെ കൂടെ പ്രഭുക്കന്മാരൊക്കെ കൂടെ ചേർന്ന് ഹല്ലേലൂയ, നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കത്തില്ല, നിങ്ങളെ ആലയത്തിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരും ഒക്കെ ആക്കി തീർക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ആക്കി വെച്ചെടുത്ത് അവരെ ശൗൽ രാജാവ് നശിപ്പിച്ചത് കൊണ്ട് എന്തു പറ്റി? ദേശത്ത് മഴ നിന്നുപോയി. ദേശത്ത് 3 വർഷമായിട്ട് ക്ഷാമമാണ്. പ്രൈസ് ഗോഡ്. ദാവീദ് രാജാവിന് കാര്യം മനസ്സിലായി. ദേശത്ത് ക്ഷാമം, മഴയില്ല. ഹല്ലേലൂയ. മഴ എന്തിനെ കാണിക്കുന്ന ദൈവമക്കളെ? ആത്മീയ മഴ എന്തിനെ കാണിക്കുന്ന ദൈവമക്കളെ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഔട്ട് പോറിങ്. പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് വരണമെങ്കിൽ എന്ത് വേണം? ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം. ഹല്ലേലൂയ, നമ്മുടെ കേരളത്തിൽ വരണ്ടേ? ഈ ഓദ്രയുടെ ദേശത്ത് വരണ്ടേ? പ്രൈസ് ഗോഡ്. പക്ഷേ എവിടെയെങ്കിലും ഒരു കാരണം കാണും ഇത് വരാത്തതിൻ്റെ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു, ഇനി ഇത് പ്രതിശാന്തി എന്തുവാ ചെയ്യേണ്ടത്? ദാവീദ് രാജാവ് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളിയോ പൊന്നോ ഒന്നും വേണ്ട, ശൗൽ രാജാവിൻ്റെ 7 മക്കളെ തരണം, അവരെ ഞങ്ങൾ ഗിബയിൽ കൊണ്ടുപോയി തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രാജാവിന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? രാജാവ് 7 മക്കളെ കൊടുത്തു. ശൗൽ രാജാവിൻ മേരബ് പ്രസവിച്ച 5 മക്കളെയും പ്ലസ് ഈ റിസ്പയുടെ 2 മക്കളെയും അർമോനിയെയും മെഫിബോശത്തിനെയും കൊണ്ടുവന്നു. അവരെ കൊണ്ടുപോയി ഗിബയിൽ തൂക്കിക്കളഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ വളരെ വലിയ സോറഫുൾ തിങ്ങാ. ഹല്ലേലൂയ. ഡീപ്പ് ആഗണി, ഡീപ്പ് സോറോ, ഡീപ്പ് പെയിൻ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം
ഈ തൂക്കിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഒരു ദിവസം പോലും അവിടെ കിടത്തരുത്. മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണം അങ്ങനാ. അതായത് അന്ന് തന്നെ ആ ശവം കൊണ്ടുപോയി മറവ് ചെയ്യണം. എന്നാൽ ഈ റിസ്പ ഉള്ളിൽ തീരുമാനിച്ചു, ഹല്ലേലൂയ, എന്ത് തീരുമാനിച്ചു? ദേശത്തെ ക്ഷാമം നിൽക്കണം, ദേശത്ത് മഴ പെയ്യണം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചില തീരുമാനങ്ങൾ, ഹല്ലേലൂയ, ഷീ ഈസ് ആൻ അഗ്രസീവ് ഇന്റർസെസർ. ചില അഗ്രസീവായിട്ടുള്ള തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ UK ഇവിടെ വന്നിട്ട് ഹല്ലേലൂയ ഈ തീരുമാനമെടുത്തിട്ട് ഇത് നടത്തുന്നത് ദൈവമായല്ലോ നടത്തുന്നതെങ്കിലും അതിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഒരാളെ ദൈവം കണ്ടെത്തിയെങ്കിൽ, ഹല്ലേലൂയ, ദൈവദാസി, ദിസ് ഈസ് ആൻ അഗ്രസീവ്, ആ വാക്കാ എൻ്റെ വായിൽ ദൈവാത്മാവ് തരുന്നത്, ദിസ് ഈസ് ആൻ അഗ്രസീവ് ഡിസിഷൻ. ഹല്ലേലൂയ, ദേശത്ത് മഴ പെയ്യണം. നിർജീവമായി കിടക്കുമല്ലേ? ഓ, ഡിജിറ്റൽ അഡിക്ഷനിൽ നിർജീവമായി കിടക്കുമല്ലേ? ഓ, ഹല്ലേലൂയ, നിർജീവമായി കിടക്കുന്ന അവസ്ഥകൾ നെക്സ്റ്റ് ജനറേഷന്റെ ഒന്ന് മാറണ്ടേ? പ്രൈസ് ഗോഡ്. ഈ ശവം ഇവിടെ കിടക്കുന്നത് അവൾ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഹല്ലേലൂയ നിൽക്കുന്നു, മഴ പെയ്യുന്നില്ല. ഹല്ലേലൂയ, കൊയ്ത്തുകാലത്താണ് ഇത് സംഭവിക്കുന്നത്. കൊയ്ത്തുകാലം മുതൽ മഴ പെയ്യുന്നത് വരെ ഏകദേശം 6 മാസത്തോളം ഈ റിസ്പ എന്ന് പറയുന്ന സഹോദരി പാറപ്പുറത്ത് നിന്നു അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, ചീഞ്ഞഴുകുന്നത് കണ്ടു, വീർക്കുന്നത് കണ്ടു. ഹല്ലേലൂയ, ഇച്ചിച്ചിച്ചിച്ചതിന് വെള്ളം താഴെ പോകുന്നത് കണ്ടു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് രാത്രികാലം ഹല്ലേലൂയ കുറുക്കന്മാരൊക്കെ വന്ന് ഹല്ലേലൂയ ആ മാംസം കടിച്ചുകൊണ്ട് പോകാതെ, പകൽക്കാലം കുറുക്കന്മാര്, ഫോക്സസ്, മൂൾസ് ഒക്കെ വന്ന് അത് തിന്നുകൊണ്ട് പോകാതെ, രാത്രികാലം ഹല്ലേലൂയ ഈ ജീവികൾ, വന്യജീവികൾ അത് കൊണ്ടുപോകാതെ, പകൽക്കാലം കഴുകനൊക്കെ വന്നത് മാന്തിപ്പറിക്കാതെ, അത് കൊത്തിപ്പറിക്കാതെ, അതായത് ഏപ്രിൽ മെയ് മാസം മുതൽ ഇവിടെ നിന്നത് മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, മഴ പെയ്യുന്നത് വരെ, അതായത് ഒക്ടോബർ നവംബർ മാസം വരെ അവൾ ഒരേ നിപ്പ് നിന്നു. പ്രൈസ് ഗോഡ്. എവിടെ നിന്നു? പാറപ്പുറത്ത് താരങ്ങളിൽ 8 ശീല വിരിച്ച് നിന്നു. ക്രിസ്തുവാകുന്ന പാറയുടെ മേൽ, ആ പിളർക്കപ്പെട്ട പാറയുടെ മേൽ ഈ പകൽക്കാലം ഒന്ന് ഇതിൽ നിൽക്കുവാൻ, ജനറേഷൻ ഇതിൽ നിൽക്കുവാൻ, ദേശങ്ങളിൽ മഴ പെയ്യുവാൻ, അവൾ അവയെ ആട്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒന്നിനൊരു കമ്പെടുത്തായിരിക്കും അവൾ ആട്ടി ഓടിച്ചത്. അല്ലെങ്കിൽ ഹല്ലേലൂയ അവൾ ഏതിന്റെ പുറത്തായിരുന്നത്? ആ 8 ശീല, ആ ചാക്കെടുത്തായിരിക്കും അവൾ മൃഗങ്ങളെ ആട്ടി ഓടിച്ചത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവദാസന്മാരെ, നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, തലമുറയെ കുറിച്ച് ദൈവം തന്ന വാഗ്ദത്തമില്ലേ? ഓ, ദൈവാത്മാവ് തന്ന വാഗ്ദത്തമില്ലേ? അതെടുത്തൊന്ന് വീശാമോ? അതൊന്ന് വിളിച്ചു പറയാമോ? അത് ശത്രുമണ്ഡലത്തോട്ട് ചില തലമുറയുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ഹല്ലേലൂയ.
ദേവദാസിമാരെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നിന്റെ തലമുറയെ കുറിച്ചുള്ളത്, ഹല്ലേലൂയ, അതെടുത്ത് നീ വീശണം, അതെടുത്ത് നീ ദൈവത്തെ ഓർപ്പിക്കണം, ഹല്ലേലൂയ, അത് നീ വിളിച്ചു പറയണം. ഹല്ലേലൂയ. എന്തു പറ്റി? മഴ വരുന്നത് വരെ അവിടെ അവൾ നിന്നു. ദാവീദ് രാജാവിന് അറിവ് കിട്ടി. ദാവീദ് രാജാവ് ആ കുഞ്ഞുങ്ങൾക്ക്, ഹല്ലേലൂയ, നല്ലൊരു അടക്കം കൊടുത്തു. മരിച്ചുപോയ യോനാഥാന്റെയും ശൗലിന്റെയും അസ്ഥികളും ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥികളും എടുത്ത് കീശിന്റെ, ഹല്ലേലൂയ, സേലയിൽ കീശിന്റെ കല്ലറയുടെ അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്തു. മീറ്റ് ദ കമ്മിറ്റ്മെന്റ്സ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കമ്മിറ്റ്മെന്റ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഹല്ലേലൂയ. We are committed to our husband. We are committed to our children. We are committed to our church. We are committed to our land. ഹല്ലേലൂയ. ആ കമ്മിറ്റ്മെന്റ് നിവർത്തിക്കാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി. രണ്ടെണ്ണേ കഴിഞ്ഞുള്ളൂ, ഞാൻ ഓടിപ്പോവാ. പ്രൈസ് ഗോഡ്. ഒന്ന്, വിശ്വാസം. രണ്ട്, പ്രൈസ് ഗോഡ്, പ്രതിജ്ഞാബദ്ധത. നിന്നെ ഏൽപ്പിച്ച കമ്മിറ്റ്മെന്റ് ചെയ്യുക. മൂന്നാമത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി അളവറ്റ ശക്തി. ഹല്ലേലൂയ. വ്യാപരിക്കുന്ന ശക്തി, ജീവിപ്പിക്കുന്ന ശക്തി. ഹല്ലേലൂയ. ക്രിസ്തുവിനെ, ഹല്ലേലൂയ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന അതേ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെ ജീവിപ്പിക്കയില്ലയോ? എംപവേർഡ് ആക്കത്തില്ലേ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. നമ്മെ ഹാൻഡിങ് പ്രൈസ്. ഹല്ലേലൂയ. സ്തുതി. പ്രൈസ് ഗോഡ്. 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു, അതായത് ശക്തി നിയമിച്ചിരിക്കുന്നു. എന്നാൽ യേശു കർത്താവ് അത് കോട്ട് ചെയ്യുമ്പോൾ, യേശു കർത്താവ് സുവിശേഷത്തിൽ പറയുന്നത്, നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ പുകഴ്ച ഒരുക്കിയിരിക്കുന്നുവല്ലോ. അതായത് ബലം എന്തുവാ? ബലം പുകഴ്ചയാ. ബലം എന്തുവാ? സ്തുതിയാ. സ്തുതി എന്തുവാ? ബലമാ. സ്തുതിക്കുവാൻ ആരംഭിക്കാം. ഹല്ലേലൂയ. നിന്റെ നിർജീവത്വങ്ങൾ മാറും. ഹല്ലേലൂയ. അപ്പോസ്തലരുടെ പ്രവൃത്തി 16-ാം അധ്യായത്തില്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പൗലോസും ശീലാസും അടികൊണ്ട്, ഹല്ലേലൂയ, ഹോമത്തിൽ കിടക്കുമ്പോഴും അവർ എന്ത് ചെയ്തു? അവർ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. എന്ത് പറ്റി? ശക്തി വ്യാപരിച്ചു. ശക്തി വ്യാപരിച്ചില്ലെങ്കിൽ അടിസ്ഥാനം ഇളകുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടിസ്ഥാനങ്ങൾ ഇളകി. പ്രൈസ് ഗോഡ്. വാതിലുകൾ തുറന്നു. പ്രൈസ് ഗോഡ്. ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രൈസ് ഗോഡ്. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. ഹല്ലേലൂയ. റിവൈവൽ. അതൊക്കെ റിവൈവലാ കേട്ടോ. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്ത് പറ്റി? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരാഗൃഹ പ്രമാണി തന്നെ അവരുടെ മുറിവുകളെ കെട്ടി. ഹല്ലേലൂയ. ശത്രു ലജ്ജയും നിന്ദയും നമ്മുടെ അലങ്കാര വസ്ത്രം മാറ്റി നമ്മെ ധരിപ്പിക്കാൻ നോക്കുമ്പോൾ, കുഞ്ഞേ, നിനക്ക് സ്തുതിക്കാൻ പറ്റുമോ? Can you praise God? എന്റെ ദൈവം വലിയവനാ, അവൻ സുത്യനാന്ന് പറഞ്ഞ് അവനെ സ്തുതിക്കാൻ പറ്റുമോ? അവനെ സ്തുതിക്കാൻ ഏൽപ്പിച്ചു കൊടുക്ക. ചില ചങ്ങലകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു വീഴുക. അലകര ഘടക ധരമോ രൗഡേ സഗത ലഗത രീപര വൗഡക രഗത ശങ്കര ചൂടോ രഗത അംദൽ സാനോ രീകര വൗഡോ ഓ റിബാബ വൗഡല ഘടക ശങ്കര ചൂടോ രഗത അംദൽ ജാര ധൂരബ ശന്തോര ബാബ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ സ്തുതി. ഹല്ലേലൂയ. അതിനുശേഷം 5-ാമത്തേത്, വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അതിന് ശക്തി ഇല്ലയോ? ഹല്ലേലൂയ. ഇരുവായ്ത്തലുള്ള ഏത് വാളിനെ കഴിഞ്ഞും മൂർച്ചയുള്ളതാ. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതാ. പ്രൈസ് ഗോഡ്. ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാ. ദേവദാരുക്കളെ, ഹല്ലേലൂയ, കാദേശ് മരുവിനെ നടുക്കുന്നതാ. വനങ്ങളെ തോലിരിക്കുന്നതാ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാ. കുഞ്ഞെ, ഏത് വിഷയം, ഏത് പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നോ, നിനക്ക് ശക്തി ഇല്ലാതെ പോയാൽ നീ എന്ത് ചെയ്യണം? വചനമെടുത്ത് വായിര്. അതിനകത്ത് ഒരു വാക്കുമതി. ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. ഹല്ലേലൂയ. അത് നിനക്ക് ശക്തി പകരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് പോട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്തത് 6-ാമത്തേത്, എക്സലന്റ് ഫോക്കസ് ഓൺ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു.
അതായത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഹല്ലേലൂയ ഒരു ഫോക്കസ് വേണം. ഞാൻ ഇന്നത് ചെയ്യും. ഏത് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവഹിതപ്രകാരം നമ്മുടെ ഫോക്കസ് നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഞാൻ ഞാൻ 2 സഹോദരിമാരെ ഇന്ന് പറയുന്നുള്ളൂ. റിസ്പ പറഞ്ഞു, പ്രൈസ് ഗോഡ്. രണ്ടാമത് ഹല്ലേലൂയ അബിഗെയിൽ. ഹല്ലേലൂയ അബിഗെയിലിനെ കുറിച്ച് ഞാൻ അബിഗെയിലിൻ്റെ നിമോണിക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ABC ആ അക്ഷരം വെച്ച് ആശ്ചര്യപ്പെടുത്തുന്ന, ധീരതയുള്ള, ബുദ്ധിയുള്ള, നന്ദിയുള്ള, മമതയുള്ള, പ്രതിപത്തിയുള്ള, ഭാവനാശക്തിയുള്ള, സ്നേഹമുള്ളൊരു സഹോദരിയാണ് അബിഗെയിൽ. അബിഗെയിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് അറിയാമായിരുന്നു. ഞാൻ പെട്ടെന്ന് കുറച്ച് ഗുണങ്ങൾ മാത്രം പറയാം. അബിഗെയിൽ, പ്രൈസ് ഗോഡ്, നാബാലിൻ്റെ ഭാര്യയായിരുന്നു. നാബാൽ ദുഷ്കർമ്മിയായിരുന്നു. അടിയന്തരം ഹല്ലേലൂയ കർമ്മേലിൽ വെച്ച് നടന്നപ്പോൾ ഹല്ലേലൂയ യുദ്ധം ചെയ്ത് ഓടിപ്പിക്കുമല്ലേ, ശൗലിട്ട് ഓടിക്കുമല്ലേ. ക്ഷീണിച്ച ദാവീദ് ഭക്ഷണം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. ദാവീദ് എഴുത്തുകാരൻ ഹല്ലേലൂയ റിഡിക്കൂൾ ചെയ്തു, ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. ഹല്ലേലൂയ ഈശായി ആരാ അറിയാം. ഹല്ലേലൂയ ശൗൽ രാജാവിൻ്റെ മരുമോനാണെന്നറിയാം, അഭിഷക്തനാണെന്നറിയാം, ഹല്ലേലൂയ രാജാവാണെന്ന് സകലതും അറിയാം. എന്നിട്ടും ഹല്ലേലൂയ അവനെ റിഡിക്യൂൾ ചെയ്തു. പ്രൈസ് ഗോഡ്. നമുക്കറിയാം ജോലിക്കാരത് വന്ന് ഹല്ലേലൂയ അബിഗെയിലിനോട് പറഞ്ഞു. അബിഗെയിലിൻ്റെ എനിക്കിഷ്ടമുള്ളൊരു ഗുണമാണ് അബിഗെയിൽ ഈസ് അപ്രോച്ചബിൾ. ആർക്ക് വേണേലും അവളുടെ അടുത്ത് ചെന്ന് എന്തും പറയാം. ബാല്യക്കാർക്ക് അവളുടെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസ് ഗോഡ്. അവൾ താഴ്മയുള്ളവളായിരുന്നു. ഭർത്താവിനോട് കോപിക്കുന്നവളല്ലായിരുന്നു. ഭർത്താവിനെ നാഗ് ചെയ്യുന്നവളല്ലായിരുന്നു. ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നവളല്ലായിരുന്നു. ക്ഷമാശീലമുള്ളവളായിരുന്നു. സകലതും സഹിക്കുന്നവളായിരുന്നു. ഹല്ലേലൂയ. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, വലിയൊരു വഴക്കവിടെ ഉണ്ടാകാം. കാരണം ദാവീദ് രാജാവ് അപ്പോൾ തന്നെ പ്രൈസ് ഗോഡ് കോപിച്ച് ഹല്ലേലൂയ എല്ലാവരെയും അരയ്ക്ക് വാൾ കെട്ടി, പ്രൈസ് ഗോഡ് 200 പേരെ സാധനത്തിന് കാവലിരുത്തി. 400 പേരോളം ഉണ്ടായിരുന്നു. യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഇവൾ ഓടിപ്പോയി. ഷി വാസ് ക്വിക്ക് ഇൻ ആക്ഷൻ. ഹല്ലേലൂയ ഒരു തീരുമാനമെടുക്കുന്നതിൽ അവൾ ധൃതിയുള്ളവളായിരുന്നു. എംപവർ ആകണമെങ്കിൽ ഹല്ലേലൂയ ദൈവദാസിമാരെ നമ്മൾ ശക്തിയുള്ളവരാകണമെങ്കിൽ ഇന്ന് ഇവിടുന്ന് കേൾക്കുന്ന വചനമനുസരിപ്പാൻ വി ഷുഡ് ബി വെരി ക്വിക്ക്. ഇവിടെ വെച്ച് തന്നെ അതിന് ആ കാര്യം കൂടെ ഒക്കെ കഴിഞ്ഞിട്ടാട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസം തൊട്ടാട്ടെ ഒരു ഹോസ്പിറ്റൽ മിനിസ്ട്രിയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പരസ്യത്തിനൊക്കെ ഒന്ന് പോകാം. അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. ഹല്ലേലൂയ ഷി വാസ് ക്വിക്ക് ഇൻ ആക്ഷൻ. ഈ അബിഗെയിൽ എന്ത് ചെയ്തു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ വലിയ ഗിഫ്റ്റുകളാണ് എടുത്തുകൊണ്ട് പോയത്. 200 അപ്പം, എന്ത് പെട്ടെന്ന് അതൊക്കെ റെഡി ആയതല്ലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ 5 പാകം ചെയ്ത ആട്, നിങ്ങൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ മുന്തിരിയുടെയും മത്തിയുടെയും 2 ഹല്ലേലൂയ ഇത് നിറച്ച് വീഞ്ഞും എല്ലാമായിട്ട് ദാവീദ് രാജാവിൻ്റെ അടുത്ത് ചെന്നു. അവിടെ തന്നെ 15 ഗുണഗണങ്ങളുണ്ട്. വിവരിച്ച് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് വിടുന്നു. നിങ്ങൾ വായിച്ചാൽ മതി. ഓരോന്നോരോന്നും നമുക്ക് കാണാൻ പറ്റും. ദാവീദ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി. ഹല്ലേലൂയ താഴ്മയുള്ളവള്. ഹല്ലേലൂയ അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു. പ്രൈസ് ഗോഡ്. അവളൊരു പ്രോഫറ്റ് ആയിരുന്നെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ദാവീദ് രാജാവിനോട് പറയേണ്ടതെല്ലാം അവൾ പറഞ്ഞു. ദൈവം രാജാവിന് ഒരു ഗൃഹം പണിയും. രാജാവ് രക്തം ചിന്തിയാൽ അത് ഹല്ലേലൂയ പ്രയാസമുള്ളതായിട്ട് തീരും. ഹല്ലേലൂയ ദാവീദ് രാജാവിനെ കുറിച്ച് എന്തൊക്കെ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തോ അതെല്ലാം ഇവൾ ഓർപ്പിക്കുവാൻ തക്കവണ്ണമിടയായി. അതുകൊണ്ട് ദൈവദാസിമാരെ ഞാൻ പറയട്ടെ, നമ്മൾ ശക്തി പ്രാപിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെ എവിടെയെങ്കിലും ഹല്ലേലൂയ ഒരു വിഷയമുണ്ടായാൽ അതിൻ്റെ മധ്യത്തിൽ അബിഗെയിലിൻ്റെ ചില ഗുണഗണങ്ങൾ ഹല്ലേലൂയ നാം ഏറ്റെടുത്തേ മതിയാവുള്ളൂ. എന്ത് പറ്റും? അവൾക്ക് ധൈര്യമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഷി വാസ് എംപവേർഡ്. അവൾക്ക് ശക്തി ഉണ്ടായിരുന്നു. എന്തിന്? രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ താഴ്മയോടെ കാര്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തുവാൻ അബിഗെയിലിന് കഴിഞ്ഞു. ഹല്ലേലൂയ ഈ നാളിൽ ഞാൻ പറയട്ടെ, എംപവേർഡ് ആകണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് മാത്രം പോരാ. ദൈവവചനം മാത്രം പോരാ. സ്തുതി മാത്രം പോരാ. പ്രൈസ് ഗോഡ്. ചെയ്യേണ്ടത് എന്തെന്നും ചെയ്യേണ്ടാത്ത എന്തെന്നും ഉള്ളത് നാം അറിഞ്ഞിരിക്കണം. അടുത്തത് 7-ാമത്തേത് റിവീലിംഗ് സ്ട്രെങ്ത് ബൈ വെയിറ്റിംഗ്. കാത്തിരിപ്പിലൂടെ വെളിപ്പെടുന്ന ശക്തീകരണം. അല്ലേ പലപ്പോഴും പ്രാർത്ഥിച്ച് കഴിയുമല്ലേ, പ്രാർത്ഥിച്ച് പ്രാർത്ഥന നിർത്തുവല്ലേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഹല്ലേലൂയ യെശയ്യാവ് 40 പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും.
ഹല്ലേലൂയ. വിധവയുടെ പ്രാർത്ഥനാ മുറിയിലും കെരീത്ത് തോട്ടിന്റെ അരികിലും ഇരുന്ന് പ്രാർത്ഥിച്ച ഏലിയാവ് ഹല്ലേലൂയ എന്ത് ചെയ്തു? കഴുകനെ പോലെ ചിറകടിച്ച് കാർമേലിലേക്ക് കയറിയില്ലേ? ഹല്ലേലൂയ, കാർമേലിലേക്ക് കയറിയില്ലേ? വചനം പറയുന്നത് സത്യമല്ലേ? കഴുകനെ പോലെ ചിറകടിച്ച് കയറും. കർമ്മേലിന്റെ മുകളിലേക്ക് താൻ ചിറകടിച്ച് കയറി. 450 അശേരയുടെ ഹല്ലേലൂയ പ്രവാചകന്മാരെ ആകാശത്തുനിന്ന് തീയിറക്കി തനിക്ക് കൊല്ലുവാൻ കഴിഞ്ഞു. ഇത് ശക്തിയല്ലേ? ഹല്ലേലൂയ. കാത്തിരിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 2025 തീരുന്നതിന് മുമ്പ് ദൈവം അരുളിച്ചേരുന്ന ദൂതുകള് നിറവേറി കയ്യിൽ പ്രാപിപ്പാൻ തക്കവണ്ണം റെഡി ആയിക്കോ. ദൈവം ചെയ്യും. കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കും. തീർന്നില്ല. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ തളർന്നു പോകാതെ ഓടും. തളർന്നു പോകാതെ ഓടിയോ? ഇവരെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഈ 450-400 പ്രവാചകന്മാരെ കീശോൻ തോട്ടിങ്കൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഒച്ചയ്ക്ക് നിന്ന് കൊന്നൊഴുക്കി. അതിനുശേഷം താൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. രാജാവിനോട് പറഞ്ഞു, പൊക്കോ, രഥം പൂട്ടി പൊക്കോ, മഴ പെയ്യും. താൻ മുട്ടിന്മേൽ നിന്നു, വീണ്ടും നിന്നു, വീണ്ടും നിന്നു, കാത്തിരുന്നു. ഹല്ലേലൂയ. അവസാനം മേഘം പൊങ്ങുന്നത് കണ്ടു. ഹല്ലേലൂയ. കാർമേഘം ഉയരുന്നത് കണ്ടു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന താൻ തളർന്നു പോകാതെ ഓടി. താൻ എന്ത് ചെയ്തു? ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടി. ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടി. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളില് തളർന്നു പോകരുതേ. ഹല്ലേലൂയ. ഈ സഭയില് ഹല്ലേലൂയ പറഞ്ഞല്ലോ, സഹോദരിമാരുടെ മീറ്റിംഗ് ഒത്തിരി നാളായി തുടങ്ങിയിട്ടെന്ന്. ദൈവമക്കളെ, നിങ്ങൾ കാത്തിരിക്ക്. തളർന്നു പോകരുതേ, തളർന്നു പോകരുതേ. ഓ ഹല്ലേലൂയ. തളർന്നു പോകാതെ ഓടി. പക്ഷേ പിന്നെ അങ്ങോട്ട് ക്ഷീണിച്ചു. ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ ചോട്ടിൽ പോയി കിടന്നു. ഹല്ലേലൂയ. 3 പ്രാവശ്യം വന്ന് അവനെ തട്ടി ഉണർത്തി. പ്രൈസ് ഗോഡ്. അവനോട് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. ഈ അട തിന്നാൻ പറഞ്ഞു ദൂതൻ. എന്ത് ക്ഷമയുള്ളവനായി ശോഭിച്ചനല്ലേ? വീണ്ടും ഉണർത്തി. ഹല്ലേലൂയ. നമ്മളും ചില ദൂതുകൾ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കേണ്ടത് ചെയ്യിച്ചെടുപ്പാൻ തക്കവണ്ണം ഏലിയാവിനെ കൊണ്ട്, ഏലിയാവിനെ അറിയുന്നില്ല, ഏലിശായെ അഭിഷേകം ചെയ്യാനുണ്ട്. ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുണ്ട്. നിംസിയുടെ മകൻ യേഹൂനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുണ്ട്. അതൊന്നും ഈ ഏലിയാവിന് അറിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ നിങ്ങൾക്കറിയത്തില്ല. 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 ഇന്ന് പകൽക്കാലം ഒന്ന് അറിയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് അറിയാൻ പറ്റുമോ? ജൂലി 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 ഓ റബബ വലിയൊരു ശുശ്രൂഷ. ഓ ക്ഷീണിച്ചു പോകാതെ, ഓ നടക്കുവാൻ, തളർന്നു പോകാതെ ഓടുവാൻ ഈ നാളിൽ അരമുറുക്കിക്കോ. ഹല്ലേലൂയ. അരമുറുക്കുക എന്ന് പറഞ്ഞാൽ അരയിൽ സത്യം കെട്ടണം. സത്യം എന്തുവാ? ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. വചനം പഠിച്ചോ, വചനം വായിച്ചോ, വചനം ധ്യാനിച്ചോ. അനേകർക്ക് നിന്നെ പ്രയോജനമുള്ളവളാക്കാനുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം കൊടുത്തപ്പോൾ എന്ത് പറ്റി? അവൻ ഹോരേബോളം 40 രാവും 40 പകലും ഓടി. എന്താ അർത്ഥം? ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാതെ നടന്നു. പ്രൈസ് ഗോഡ്. അടുത്തത് മോട്ടിവേഷൻ ഫോർ പ്രേയർ. വചനം, പരിശുദ്ധാത്മാവ്, കാത്തിരിപ്പ് എല്ലാം ഉണ്ട്. പക്ഷെ പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. അഖില ലോക ബാലിസ്റ്റിക് മിസൈലാ പ്രാർത്ഥന. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അദൃശ്യ മണ്ഡലത്തിൽ ഹല്ലേലൂയ അദൃശ്യനായ ദൈവം ചെന്ന് പ്രവർത്തിക്കും കേട്ടോ. അദൃശ്യ മണ്ഡലത്തിൽ ഓ തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞിന്റെ കാര്യം എന്താകുമെന്നോർത്ത് വിദൂരതയിലിരിക്കുന്ന തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, ഇന്ന് പകൽക്കാലം ഓ അദൃശ്യനായ ദൈവം, അദൃശ്യനായ ദൈവം, അദൃശ്യനായ ദൈവം അദൃശ്യ മണ്ഡലത്തിൽ ചിലതെന്ന് പ്രവർത്തിക്കും. യെസ് ലോർഡ്, യെസ് ലോർഡ്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്തത് കൃപയാ. ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന എഫക്റ്റീവ് തേഴ്സ്റ്റ് ഫോർ ഗ്രേസ്. കൃപയ്ക്ക് പര്യാപ്തമായ ഒരു ദാഹം വേണം. കർത്താവേ കൃപ 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 തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ശൂലം നീങ്ങാൻ പൗലോസ് ഹല്ലേലൂയ 3 വട്ടം പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞാൽ പോരെ? വേദന സഹിക്കാൻ മേലാതെ സഹിക്കാൻ മേലാതെ സഹിക്കാൻ മേലാതെ പിന്നെയും പോയി പറഞ്ഞു കർത്താവിനോട്. ആരാ? കൊച്ചുപുള്ളിയാണോ?
അല്ലെങ്കിൽ പിന്നെയും സഹിക്കാൻ മേല വേദന. പിന്നെയും പോയി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ ശൂലം എനിക്കൊന്ന് മാറ്റണമേ. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ, അതായത് അത് നിനക്ക് ബലം തരുന്നതാ. ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ആ ശൂലത്തിൻ്റെ മോനെ എൻ്റെ ദൈവം ഒടിച്ചു. എൻ്റെ ദൈവം ഒടിച്ചു കളഞ്ഞ് പൗലോസിനെ കൊണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം ചെയ്യിച്ചെടുത്തു. അതുകൊണ്ട് എന്ത് വേണം? ഹല്ലേലൂയ, എംപവേർഡ് ആകണമെങ്കിൽ കൃപ വേണം. യേശുവിൻ്റെ നാമം, നെയിം ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ നാമം നമ്മളെ ഉയർത്തും കേട്ടോ. ഹല്ലേലൂയ, നമുക്കറിയാം വെള്ളിയും പൊന്നും എനിക്കില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അത് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമം, പ്രൈസ് ഗോഡ്, നമ്മെ എംപവർ ചെയ്യും. ഹല്ലേലൂയ, എങ്ങനെയാ രോഗികളെ സൗഖ്യമാക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഭൂതങ്ങൾ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാ? പ്രൈസ് ഗോഡ്, ആ നാമത്തിൻ്റെ ശക്തി കൊണ്ടാ. ലാസ്റ്റ് ടിയേഴ്സ്, ഹല്ലേലൂയ, എംപവർമെന്റ്. MENT. T stands for tears. എല്ലാം ഉണ്ടെങ്കിലും ദൈവവൈതലേ, ഹല്ലേലൂയ, ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒരു തുള്ളി കണ്ണുനീര് നീ ഇവിടെ പൊഴിച്ചാലുണ്ടല്ലോ. Tears are powerful. ഹല്ലേലൂയ, tears have language. Tearsന് ഭാഷയുണ്ട് കേട്ടോ. അത് ദൈവത്തിന് മനസ്സിലാകും. നിന്റെ ശരീരത്തിൻ്റെ വേദന കൊണ്ടാണോ നീ കരയുന്നത്? നിന്റെ ഇമോഷണൽ നീഡ്, നിന്റെ ഹൃദയത്തിൻ്റെ, നിന്റെ ഒറ്റപ്പെടൽ കൊണ്ടാണോ നീ കരയുന്നത്? നീ എന്തിനാണ് കണ്ണുനീര് പൊഴിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ, മനസ്സിലാക്കണം, അതൊരു ഗിഫ്റ്റാ ടിയേഴ്സ്. ഹല്ലേലൂയ, കണ്ണുനീര്, പ്രൈസ് ഗോഡ്, ദൈവം നമുക്ക് തന്നൊരു ഗിഫ്റ്റാ. ഹല്ലേലൂയ, നാം എംപവേർഡ് ആകണമെങ്കിൽ ഹല്ലേലൂയ കണ്ണുനീര് പൊഴിക്കണം. പണ്ട് പൊഴിച്ചതിൽ കൂടുതൽ കണ്ണുനീര് പൊഴിക്കണം. ഒത്തിരി കണ്ണുനീര് പൊഴിച്ചതാ. ദൈവം മറുപടി തന്നില്ലേ? ദൈവം മറുപടി തന്നില്ലേ? ഹല്ലേലൂയ, പ്രിയ മാതാവേ, ഹല്ലേലൂയ, ഇനിയും മറുപടി തന്നെ വെയിറ്റ് ചെയ്യുക. അന്ന ആഗ്രഹിച്ചതൊരു മകനെയാ, ദൈവം കൊടുത്തത് പ്രവാചകനെയാ. മനസ്സിലാക്കണം, ദൈവം നിനക്ക് തരാൻ പോകുന്ന മറുപടി. ഹല്ലേലൂയ, ഈ മാതാവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, തരാൻ പോകുന്ന മറുപടി വലുതാ. ഹന്നയെ കുറിച്ച് 2 ചാപ്റ്ററേ പറയുന്നുള്ളൂ. എന്നാൽ അവളുടെ പ്രാർത്ഥനയുടെ മറുപടി ശമൂവേലിനെ കുറിച്ച് 2 ബുക്കാ. ഇന്ന് പകൽക്കാലം എംപവേർഡ് ആകുവാൻ തക്കവണ്ണം ഈ കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുത്താൽ ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ വിടുതല.